لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിഷയാധിഷ്ഠിതമായ രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘടിപ്പിച്ച 2 മാസം നീണ്ടുനിന്ന ഈ ക്യാമ്പയിൻ എല്ലാ അർത്ഥത്തിലും സമ്പന്നമായിരുന്നു എന്ന് ഇസ്ലാഹി കേരളത്തിൻ്റെ കഴിഞ്ഞ 1 മാസത്തെ ചിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഓരോ യൂണിറ്റിലും, മേഖലയിലും, ജില്ലാ തലങ്ങളിലും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നത്. കേരള നദുവത്തുൽ മുജാഹിദീന്റെ പോഷക ഘടകങ്ങളായ ISM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും ഇസ്ലാഹി സെന്ററുകളുടെയും ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 മാസമായി വിവിധങ്ങളായ പ്രോഗ്രാമുകൾ കേരളത്തിൽ നടന്നു. ISM-ന്റെ നേതൃത്വത്തിൽ നടന്ന സന്ദേശ പ്രചാരണ യാത്ര അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് നൽകിയത്. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്നും 22-ന് ആറ്റിങ്ങലിൽ നിന്നും തുടങ്ങിയ സന്ദേശ പ്രചാരണ യാത്ര എല്ലാ ജില്ലകളിലൂടെയും കടന്നു വന്നുകൊണ്ട് ഏപ്രിൽ 30-ന് പട്ടാമ്പിയിൽ സമാപിക്കുകയുണ്ടായി. 100ഓളം സമാപന സമ്മേളനങ്ങൾ, വിവിധങ്ങളായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ സന്ദേശ പ്രചാരണ യാത്രയുടെ ഭാഗമായി നാം സംഘടിപ്പിക്കുകയുണ്ടായി. MSM-ന്റെ പ്രവർത്തനങ്ങളും സന്ദേശ പ്രചാരണവും എല്ലാ അർത്ഥത്തിലും ഈ ക്യാമ്പയിനെ സമ്പന്നമാക്കുകയായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ സുഹൃത്തുക്കൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയത്തിൽ വലിയ പ്രചാരണ സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചത്. ഇത് താൽക്കാലികമായി ഇവിടെ സമാപിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കും തീവ്ര ആത്മീയ പ്രവണതയ്ക്കുമെതിരെ ഈ മഹാപ്രസ്ഥാനം നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കും എന്നുള്ള വലിയ സന്ദേശമാണ് നമ്മുടെ നേതാക്കന്മാർ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ നൽകിയത്. നമ്മുടെ സമൂഹത്തിൽ അതിദ്രുതം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന, അതിവേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും അപകടങ്ങളെ സംബന്ധിച്ച് വിവിധ മേഖലകളിൽ നിന്ന് വന്ന പ്രതിനിധികൾ ഇവിടെ
സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. മലയാളി മുസ്ലിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ബൗദ്ധികമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ അന്ധവിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും വേര് പിഴുതെടുക്കുന്നതിന് വേണ്ടി അതിശക്തമായ തൗഹീദി ആദർശ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരതിയാൽ നമുക്കത് ബോധ്യമാകും. ഏത് കാലഘട്ടത്തിലും തൗഹീദി പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലെ തിന്മകളുടെ, അന്ധവിശ്വാസങ്ങളുടെ, അധർമ്മങ്ങളുടെ, ജീർണതകളുടെ വേരറുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഈ മഹാപ്രസ്ഥാനം നടത്തിയത്. മലയാളി മുസ്ലിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം നൽകിയ സംഭാവന എന്ത് എന്ന് ചോദിച്ചാൽ നിർഭയത്വത്തോടുകൂടി കേരളത്തിൽ ജീവിക്കുവാനുള്ള സാഹചര്യമൊരുക്കി എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. പേടിച്ചു വിറച്ച് കഴിഞ്ഞിരുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹം അന്ധവിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും കൊട്ടക്കൊത്തളങ്ങളിൽ വഴിയറിയാതിരുന്ന മുസ്ലിം സമൂഹം, അവരെയാണ് തൗഹീദിന്റെ, വിശുദ്ധ ഖുർആനിന്റെ, തിരുനബിയുടെ ചര്യയുടെ ആ വഴിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് സർവ്വതോന്മുഖമായ ഉയർച്ചയ്ക്കും വികാസത്തിനും ഈ മഹാപ്രസ്ഥാനം വഴിയൊരുക്കിയത്, രാജപാതയൊരുക്കിയത്. അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കാൻ കഴിയാതെ പൗരോഹിത്യത്തിന്റെ തടവറകളിൽ കഴിഞ്ഞുകൂടിയിരുന്ന മുസ്ലിം സമൂഹത്തെയാണ് നാം വിമോചിപ്പിച്ചെടുത്തത്. അതൊരു വസ്തുതയാണ്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കൂടോത്രവും മാരണവും അതുപോലെ അന്ധവിശ്വാസങ്ങളും ബ്രിട്ടീഷ് ദോഷങ്ങളുമെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം. ഓരോ വീട്ടിലും ജിന്നുബാധയേറ്റ്, പിശാച്ചുബാധയേറ്റുകൊണ്ട് സ്ത്രീകൾ വീണ് അട്ടഹസിച്ചിരുന്ന സാഹചര്യം, ഇസ്മിന്റെ പണിക്കാര്, അതുപോലെ മാരണത്തിന്റെ പ്രവർത്തകര് ഒക്കെ നിറഞ്ഞാടിയിരുന്ന ഒരു കാലഘട്ടം. അന്ന് കുട്ടിച്ചാത്തന്മാരും കുട്ടിശൈത്താന്മാരും കൈത്തോടുകളിൽ പോലും ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കാലം. എല്ലാവരും ഭയത്തോടുകൂടിയായിരുന്നു എല്ലാവരെയും കണ്ടിരുന്നത്, ജീവിതത്തെ കണ്ടിരുന്നത്. നേരം വൈകുന്നേരമാകുമ്പോൾ ഭയത്തോടുകൂടി ആർത്തട്ടഹസിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലാണ് ഇസ്ലാഹിന്റെ വെളിച്ചം നാം വിതറിയത്. ആ മാറ്റം സമൂഹം ഉൾക്കൊണ്ടു. സമൂഹത്തിൽ നിന്ന് ഇസ്മിന്റെ പണിക്കാരും കൂടോത്രക്കാരും ദൃഷ്ടിദോഷക്കാരും കങ്കാണിമാരും അതുപോലുള്ള അന്ധവിശ്വാസങ്ങളുടെ ഉപാസകരും പ്രചാരകരുമെല്ലാം തന്നെ അവരുടെ ഉപകരണങ്ങളുമായി നടന്നു കയറി സമൂഹത്തിൽ നിന്ന് ഓടിയൊളിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ ബോധവൽക്കരണം കൊണ്ടാണ് ഇത് സാധ്യമായത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണ്. എന്നാൽ ഭൗതികമായ പുരോഗതി നേടി മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, അതുപോലെ സാമ്പത്തികമായി ഒക്കെ മുസ്ലിം സമൂഹം ഉയർന്നു. എല്ലാ അർത്ഥത്തിലും മുസ്ലിം സമൂഹം ഒരു ഉയർച്ചയും വളർച്ചയും ഉണ്ടായപ്പോൾ അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും അവരുടെ ജീവിതത്തെ വിഴുങ്ങുന്നത് അവർ മനസ്സിലാക്കാതെ പോയി. സമൂഹത്തിൽ ആർത്തിയും ദുരയും പടർന്നു കയറി. സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി, അതുപോലെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, കൊച്ചു കൊച്ചു വിഷമങ്ങൾ മാറുന്നതിന് വേണ്ടി ഒക്കെ ആൾ ദൈവങ്ങളുടെയും ആത്മീയ തമ്പുരാക്കന്മാരുടെയും അറകളിൽ ക്യൂ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ എല്ലാം വീടുകളിലേക്ക് അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും മരിച്ചെത്തിയത് അറിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അവിടെയാണ് മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. ഭൗതികമായി മുസ്ലിം സമൂഹം ഉയർന്നു വളർന്നു. നവോത്ഥാന നായകന്മാർ നമുക്ക് നൽകിയ നവോത്ഥാനത്തിന്റെ സൽഫലങ്ങൾ ആവോളം ആസ്വദിച്ചു. എല്ലാം ആസ്വദിക്കുമ്പോഴും വിശ്വാസപരമായി ജീർണതകൾ നമ്മെ വിഴുങ്ങുന്നത് അറിയാതെ പോയി എന്ന് വരുമ്പോൾ അതെത്രമേൽ അപകടകരമായ അവസ്ഥയാണ് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും നമ്മുടെ സാംസ്കാരിക പ്രബുദ്ധതയെയും വിശ്വാസ അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള മികവിനെയും ഒക്കെ കവച്ചു വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന് സൂക്ഷ്മമായ ഒരു വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആഗോളീകരണത്തിന്റെ ഫലമായി കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നന്മകൾ നമ്മുടെ നാട്ടിലേക്ക് പരന്നൊഴുകിയതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് തിന്മകളും നമ്മുടെ നാടുകളിലേക്കെല്ലാം ഒഴുകി വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.
ഏതൊരു സമൂഹത്തിനും സംഭവിക്കുന്ന അപജയം, ഏതൊരു സമൂഹത്തിനും സംഭവിക്കുന്ന സാംസ്കാരിക ച്യുതി, ഏതൊരു സമൂഹത്തിനും സംഭവിക്കുന്ന വിശ്വാസ വ്യതിയാനങ്ങള്, ആത്മീയ വ്യതിയാനങ്ങള് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനൊട്ടേറെ കാരണങ്ങൾ നമുക്ക് നിരത്താൻ കഴിയും. മലയാളി സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഇത്രയേറെ അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ, മലയാളി സമൂഹത്തിന്റെ ദുരയും ആർത്തിയും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതെല്ലാം തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന സ്വഭാവവും അവരിൽ വളർന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രമേൽ അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും ആത്മീയ ചൂഷണങ്ങളുമൊക്കെ ഇവിടെ പെരുകിയത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന വസ്തുതയാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അത് തീവ്ര ആത്മീയ പ്രവണതയാൽ പ്രചോദിതരായിക്കൊണ്ട്, അല്ലെങ്കിൽ തീവ്ര ആത്മീയ ചിന്താധാരകളാൽ പ്രചോദിതരായിക്കൊണ്ട് നാടുവിടുന്ന ചെറുപ്പക്കാര്, അതുപോലെ തന്നെ പള്ളികളിലും വീടുകളിലും പ്രശ്നമുണ്ടാക്കുന്ന ആളുകള്, കുടുംബം തകർക്കുന്ന ആളുകള്, സാമൂഹിക ഭദ്രത തകർക്കുന്ന ആളുകള്, ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ സൽപ്രവർത്തനങ്ങളെ പോലും സംശയത്തോടുകൂടി കാണുന്ന ആളുകള്, സമൂഹത്തിലെ സൗഹൃദങ്ങളെയും അതുപോലെ സ്നേഹങ്ങളെയും തല്ലിയുടക്കാൻ വേണ്ടി കടന്നു വരുന്ന കാളക്കൂട്ടങ്ങളുടെ രൂപങ്ങൾ, ഇങ്ങനെയെല്ലാമാണ് തീവ്ര ആത്മീയ ചിന്താധാരകളാൽ സ്വാധീനിക്കപ്പെടുന്ന അവിവേകികളുടെ കൂട്ടം എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന വസ്തുതയാണ്. എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള തീവ്ര ചിന്താധാരകളാൽ സ്വാധീനിക്കപ്പെട്ട ആളുകളെ നമുക്കിന്ന് കാണാൻ കഴിയും. നോക്കൂ നിങ്ങള്, മനുസ്മൃതി എന്ന് പറയുന്നത് ഇന്ന് പുതിയ നിർവചനത്തിനും മനുസ്മൃതിയിലെ ആശയങ്ങൾ വിമലീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനും ഒക്കെ ഇവിടുത്തെ ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികള് അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണരെ മാത്രം കുറ്റവിമുക്തരാക്കുന്ന, ബ്രാഹ്മണരെ മാത്രം അഥവാ ഇവിടുത്തെ അധീശവർഗത്തെ മാത്രം കുറ്റവിമുക്തരാക്കുന്ന മനുസ്മൃതിക്ക് പുതിയ ഭാഷ്യങ്ങൾ ചമയ്ക്കുവാനും അതുപോലെ തന്നെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾക്ക് പുതിയ അധ്യായങ്ങൾ രചിക്കുവാനും ആശയങ്ങൾ രചിക്കുവാനുമൊക്കെ ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികളും സാംസ്കാരിക ശക്തികളുമൊക്കെ തന്നെയും നിരന്തരമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആഗോളതലത്തിലെ ഇസ്ലാമിസ്റ്റുകള്, ആ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ ആശയങ്ങളൊക്കെ കൈയൊഴിഞ്ഞുകൊണ്ട് തന്നെ പുതിയ ചില ചിന്താധാരകളാൽ ആകൃഷ്ടരായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ചെറുപ്പക്കാരെല്ലാം അവരുടെ കരങ്ങളിൽ ഹമാസ് എന്നെഴുതി ആവേശത്തോടുകൂടി ആകാശത്തേക്ക് കൈ ചുരുട്ടി അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പക്കാര് ഹമാസ് എന്ന് പച്ചകുത്തിക്കൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി മുസ്ലിം ചെറുപ്പക്കാരെ നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഹമാസ് എന്ന് പറയുന്ന അൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ പോഷക ഘടകമായ അൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ഈ പോഷക ഘടകം ഇഖ്വാനുമായിട്ടുള്ള സർവ്വ ബന്ധങ്ങളും വിച്ഛേദിച്ചു എന്ന് ഈയിടെയായിട്ട് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഖത്തറിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അവരുടെ പൊളിറ്റിക്കൽ വിഭാഗം തലവൻ ഖാലിദ് മിഷ്അൽ ലോകത്തോടായി പറഞ്ഞു, ഞങ്ങളിനി ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ഭാഗമല്ല, ഞങ്ങളിനി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പോകുകയാണ്, ഞങ്ങൾക്ക് പുതിയ ഒരു രാഷ്ട്രീയ ഉടമ്പടിയുണ്ട്, രാഷ്ട്രീയ നയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും ശക്തമായ ഒരു ഘടകമായ ഹമാസ് രംഗത്ത് വരികയുണ്ടായി. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ലോകത്ത് വലിയ തോതിലുള്ള തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, അതിതീവ്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇന്ന് വളരെ തന്ത്രപരമായി കൊണ്ട് അവരുടെ തീവ്ര ആശയങ്ങൾ അവരിൽ നിന്ന് കുടഞ്ഞു കളയുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. IS എന്ന് പറയുന്ന ലോകത്തെ ഭയപ്പെടുത്തിയ, ലോകത്തെ ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ച, അതുപോലെ തന്നെ ലോകത്തെ പരിഹസിച്ച, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപഹസിച്ച IS എന്ന് പറയുന്ന സംഘടനയുടെ വക്താക്കള്, അതിന്റെ പ്രവർത്തകര് ഇന്ന് ലോകത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോകത്ത് ഇന്നവർ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകള്. ഇറാഖ് സേന മുന്നിട്ട് വരുമ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന സൈന്യം, അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യയാണ്. പള്ളികളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും കളിസ്ഥലങ്ങളിലുമൊക്കെ ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെയാണ് ആയിരങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പച്ചയായിക്കൊണ്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് ഇറാഖിലെ മൂസിലിൽ IS ഭടന്മാർ എത്തിച്ചേരുന്നു എന്ന് വരുമ്പോൾ അവരുടെ ആശയം എത്രയുണ്ട് എന്നും അവരുടെ ആശയ ദാരിദ്ര്യം എത്രയുണ്ട് എന്നും
ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ വലിയ കാര്യമാണെന്നും ദീനിന്റെ ഭാഗമാണെന്നും ജിഹാദാണെന്നും ഒക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണല്ലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ചെറുപ്പക്കാർ അങ്ങോട്ട് കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരെ അത്തരം ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ട് കടന്നുപോയി എന്നാണല്ലോ മീഡിയകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല. ഇവിടെ മീഡിയ തരുന്ന വിവരങ്ങൾ മാത്രമാണുള്ളത്. മീഡിയക്ക് ഇഷ്ടമുള്ളവരെ വാഴ്ത്തുന്നു, മീഡിയക്ക് ഇഷ്ടമുള്ളവരെ വീഴ്ത്തുന്നു, മീഡിയക്ക് ഇഷ്ടമുള്ളവരെ ധീരന്മാരായി പ്രഖ്യാപിക്കുന്നു, മീഡിയക്ക് ഇഷ്ടമില്ലാത്തവരെ ഈ ഏറ്റവും വലിയ തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും അടയാളമായി കൊണ്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക പ്രബോധകന്മാർക്കും പ്രചാരകന്മാർക്കുമെതിരെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്കൊക്കെ വലിയ വലിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്ന, അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുന്ന വളരെ സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാന്യനായ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ ഒരു വിവരം പത്രങ്ങളിലൂടെ വായിക്കാൻ കഴിഞ്ഞു. ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടു കാണും. അതിന്റെ ആധികാരിക എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് സൗദി പൗരത്വം നൽകാൻ പോവുകയാണ് എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരാൾ ചെയ്ത തെറ്റ് എന്ത്? ഒരു രാഷ്ട്രത്തോട് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ മതസൗഹാർദ്ദം, മനുഷ്യ സൗഹാർദ്ദം, ഇവിടുത്തെ സ്നേഹബന്ധങ്ങള് തകർക്കുന്നതില്, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അവഹേളിക്കുന്നതിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അതിന് വിചാരണ വേണം, നീതിയുടെ കോടതിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്, നീതിപീഠത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ലാതെ ഇവിടുത്തെ വർഗീയാന്തത ബാധിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥ ലോബി ഉണ്ടാക്കുന്ന തിരക്കഥകളിൽ ഇസ്ലാമിക പ്രബോധകന്മാരെ കുരുക്കിയിടുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ചെറുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു മുസ്ലിം ഇഷ്യൂ ആണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതല്ലെങ്കിൽ ഒരു സാമുദായിക ഇഷ്യൂ ആണ് എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുടെ നാവരിയുവാൻ അതിശക്തമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക രംഗത്ത് വധീശത്വ സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സാംസ്കാരിക രംഗം കൈയൊതുക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ രംഗം കൈയൊതുക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഐഡന്റിറ്റി കാത്തുസൂക്ഷിച്ചുകൊണ്ട് പരീക്ഷ പോലും എഴുതാൻ കഴിയാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ വർഷം മഫ്തയിട്ടുകൊണ്ട് തലയിൽ തട്ടമിട്ടുകൊണ്ട് പരീക്ഷ എഴുതാൻ വന്ന കുട്ടികളോട് അപമര്യാദയായി പെരുമാറി. നമ്മുടെ പല സുഹൃത്തുക്കളും അതിനെതിരെ പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, അച്ചടി മാധ്യമങ്ങളിലൂടെ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ അന്ന് എല്ലാവർക്കും വലിയ പുച്ഛമായിരുന്നു. ഇന്നിതാ കുറച്ചുകൂടി കടുപ്പമായിരിക്കുന്നു. അടിവസ്ത്രം വരെ അഴിച്ചു മാറ്റുവാൻ വേണ്ടി ഉപദേശിക്കുന്ന രൂപത്തിലേക്ക് പരീക്ഷയുടെ നടത്തിപ്പുകാര് നെകളിപ്പ് കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പൊ ആളുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, ഇത് വ്യക്തിഹത്യയാണ്, ഇത് പൗരസ്വാതന്ത്ര്യം ഹനിക്കലാണ്, മൗലിക അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ സാംസ്കാരിക നായകന്മാർ പറയാൻ തുടങ്ങി. പക്ഷെ ഇസ്ലാമും മുസ്ലിമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ, ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റൊരു നിറം ചാർത്തുകയും നിറം ചേർക്കുകയും അതിനെ സൈഡാക്കിക്കൊണ്ട് ഒരു സമുദായത്തെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുവാൻ ഇവിടുത്തെ വരേണ്യവർഗം വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണാതെ പോകരുത്. ഞാൻ പറയുന്നത് ഇസ്ലാമിക പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ വാതിലുകൾ തുറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ വാതിലുകൾ തുറക്കും. അവരെ സംബന്ധിച്ചിടത്തോളം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹാറൂൻ പ്രവാചകന്റെയും അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഒക്കെ ചരിത്രം അവരുടെ മനസ്സിലുണ്ട്. എല്ലാ വൈതരണികളെയും തടസ്സങ്ങളെയും അതിജയിച്ചുകൊണ്ട് അവരുടെ ദൗത്യ നിർവഹണത്തിന് അവർക്ക് സാധ്യമാകും. പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഞാൻ പറയുന്നത് തീവ്രവാദവും ഭീകരവാദവും ഒക്കെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു സമുദായത്തെ ഒറ്റതിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങള്, ചില മാധ്യമ പ്രവർത്തകർ എവിടുന്നോ കിട്ടുന്ന കള്ളക്കഥകള്, കട്ടുകഥകള്, അതൊക്കെ വർണ്ണന നൽകിക്കൊണ്ട് തനിക്ക് ദേഷ്യമുള്ള ആളുകളെയെല്ലാം തന്നെ മാർജിനലൈസ് ചെയ്യുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർവഹിക്കാനുള്ളത്. എന്നാൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തുന്നതിന് വേണ്ടി, നവോത്ഥാനത്തിന്റെ ചരിത്രം തിരുത്തുന്നതിന് വേണ്ടി സൂഫി, ഷിഈ,
അതുപോലെ തന്നെ മറ്റു ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ, നിഗൂഢ പ്രസ്ഥാനങ്ങൾ ആസൂത്രിതമായ ശ്രമങ്ങളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, കേരളത്തിൽ ചില ബോർഡുകൾ കാണുകയുണ്ടായി. കേരള നവോത്ഥാനത്തിന്റെ പരിസരം എന്ന് പറയുന്നത് ആരാണ് പറയുന്നത്? ഇവിടുത്തെ ഏറ്റവും വലിയ ആത്മീയ വ്യവസായി എന്ന് കേരളത്തിലെ എല്ലാ ആളുകളും പറയുന്ന ഈ ആത്മീയ വ്യവസായിയുടെ ആളുകളാണ് കേരളത്തിന്റെ നവോത്ഥാന പരിസരം എന്ന് എഴുതിക്കൊണ്ട് വലിയ സമ്മേളനങ്ങളും സെമിനാറും സംഘടിപ്പിക്കുന്നത്. എവിടുന്നോ കിട്ടിയ ഒരു മുടി കൊണ്ടുവന്ന് അതിന്റെ പേരിൽ കോടികൾ സമ്പാദിക്കുവാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. കോടികൾ പിരിച്ചുകൊണ്ട് ഒരു സൂക്ഷിപ്പ് കേന്ദ്രം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അവിടെയുള്ളത് മുഴുവൻ വ്യാജമായിരുന്നു എന്നാണ് ഇപ്പൊ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അവിടെയുള്ളത് സെനദില്ലാത്ത വ്യാജ മുടിയാണ്. അവിടുന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകളാണ്. ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും MSF-ഉം KSC-യും അതുപോലെ തന്നെ SFI-യും അതുപോലുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും ഈ ആത്മീയ വ്യവസായശാലയുടെ മുന്നിൽ സമരം നടത്തുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. എന്തിനു വേണ്ടിയായിരുന്നു? 2-3 വർഷം കുറച്ച് കുട്ടികളുടെ കാശ് വാങ്ങി അവരെ പറ്റിച്ചു. ഈ വ്യാജ മുടി കൊണ്ടുവന്ന ഈ ആത്മീയ നേതാവും ശിങ്കിടികളും തന്നെയാണ് നമ്മുടെ പാവപ്പെട്ട കുട്ടികളെ പറ്റിച്ചത്. സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഡിഗ്രി ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുണ്ട്, ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോ ഒന്നിനും അങ്ങനെ അംഗീകാരവുമില്ല. എവിടുന്നോ കിട്ടിയ മുടിയുടെ അവസ്ഥ പോലെ തന്നെയാണ് അവരുടെ കോഴ്സിന്റെയും അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞ അവിടെയുള്ള ആളുകൾ തന്നെ സമരത്തിനിറങ്ങുകയായിരുന്നു. പറയുന്നത് അവരാണിപ്പോ നവോത്ഥാനത്തെ കുറിച്ച് പറയുന്നത്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, സിമന്റ് കൂടാരങ്ങൾ ഉണ്ടാക്കുക, കുറെ മോട്ടോർ സൈക്കിളുകളും കാറുകളും ആളുകൾക്ക് നൽകുക, കുറെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമാണോ നവോത്ഥാനം എന്ന് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ ചലിപ്പിക്കുവാനുള്ള, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള പ്രചോദനം നൽകുകയും അതിനുള്ള ബൗദ്ധികമായ നേതൃത്വം നൽകുകയും അതിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുകയുമാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാന്മാർ ആ ജോലി ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. മുസ്ലിം ഐക്യ സംഘത്തിന്റെ നേതാക്കൾ ഇവിടെ ആ വഴി വെട്ടിത്തെളിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ന് കാണുന്ന അഭിമാനാർഹമായ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് അംഗീകരിക്കുന്ന വസ്തുതയാണ്. എന്നാൽ സൂഫികളോ, ത്വരീഖത്തുകാര്, അതുപോലെ തന്നെ ഷീകള് ഒക്കെ ആസൂത്രിതമായിക്കൊണ്ട് കേരളീയ നവോത്ഥാന പരിസരം മലിനമാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, കഴിഞ്ഞ കുറെ ലക്കങ്ങളിലായിക്കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഴ്ചപ്പതിപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ലേഖനം സൂഫി ഖവ്വാലിയെ പറ്റിയും അതുപോലെ തന്നെ സൂഫി തത്വചിന്തയെ പറ്റിയും ഒക്കെ വർണ്ണിച്ചുകൊണ്ടാണ്, മധു പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെ വിലക്കെടുത്തുകൊണ്ടാണ് ആത്മീയ വ്യവസായികൾ സൂഫിസത്തെയും ഷീസത്തെയും ത്വരീഖത്തിനെയും ഒക്കെ വെള്ള പൂശുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത് എന്താ? ഇന്നത്തെ കാലത്തിലെ കച്ചവട സൂഫിസം എന്ന് പറയുന്നത് എന്താണ്? അത് ഗ്രീക്ക് ചിന്തയാണ് അതിന്റെ അകക്കാമ്പ്, പ്ലാറ്റോണിക് ചിന്തയാണ് അതിന്റെ അകക്കാമ്പ്, ഹിന്ദുത്വ ദർശനമാണ് അതിന്റെ അകക്കാമ്പ്, ക്രൈസ്തവ ദർശനമാണ് അതിന്റെ അകക്കാമ്പ്. അതുപോലെ തന്നെ സമന്വയമാണ്, അപകടകരമായ സമന്വയ ചിന്തയാണ് സൂഫിസത്തിന്റെ അകക്കാമ്പ് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ സൂഫിസത്തെയാണ് ഇന്ന് കേരളീയ മുസ്ലിമീങ്ങളുടെ പേരിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, അറബി കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, അല്ലെങ്കിൽ ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, നമ്മൾ ഫൽസഫ പഠിക്കാറുണ്ട്, തത്വശാസ്ത്രം പഠിക്കാറുണ്ട്, ഫിലോസഫി പഠിക്കാറുണ്ട്. എന്തിനാണ് ഈ ഫിലോസഫി പഠിക്കുന്നത്? ആ കാലഘട്ടത്തിൽ ഉണ്ടായ വൈജ്ഞാനികമായ ഒരു ചർച്ച എന്ന നിലയിലും അതുപോലെ തന്നെ വിശ്വാസപരമായ വ്യതിയാനങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമാണ് ഫിലോസഫി നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇന്ന് കിന്ദിയെ കുറിച്ചും ഫാറാബിയെ കുറിച്ചും മസ്നവിയെ കുറിച്ചും ഉമർ ഖയ്യാമിനെ കുറിച്ചും അതുപോലെ റാബിയത്തുൽ അദവിയെ കുറിച്ചും ഒക്കെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ്. എങ്ങനെ കിട്ടിയവർക്ക്? ഇവിടുത്തെ ആത്മീയ വ്യവസായികളും അതുപോലെ തന്നെ സൂഫി സൈദ്ധാന്തികരും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പണം കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധ അദ്വൈതവാദമാണ്. സൃഷ്ടിയെയും സ്രഷ്ടാവിനെയും ഒന്നായി കാണുന്ന അങ്ങനെ കല്ലിനെയും മരത്തിനെയും സർവ്വതിനെയും ആരാധിക്കുവാൻ വേണ്ടി വഴി തുറന്നു കൊടുക്കുന്ന ധാർമ്മികമായ സദാചാരപരമായ സർവ്വമൂല്യങ്ങളുടെയും അടിത്തറയിളക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇവരെല്ലാം തന്നെ ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെയുള്ളൊരു നിഗൂഢ പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയാതെ അവരുടെ പ്രവർത്തനങ്ങളുമായി മാത്രം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമായി നിർവഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ എന്ത് നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യമാണ് എന്റെ മുജാഹിദ് പ്രവർത്തകരെ പുതിയ കാലം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നവോത്ഥാനത്തെ തിരുത്തുവാനാണ്, നവോത്ഥാന ചരിത്രം തിരുത്തുവാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹുദ, അതാണ് യഥാർത്ഥ ഹുദ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വലൻ തർല അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലയിൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ അല്ലദീ ജാഅക മിനൽ ഇൽം മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. സൂറത്ത് അൽ ബഖറയിലെ 121-ാമത്തെ വചനം. യഹൂദികളും നസാറാക്കളും നിന്നെ തൃപ്തിപ്പെടുകയില്ല, അവരുടെ മാർഗം നീ പിൻപറ്റുന്നത് വരെ. ജൂതലോബി, അതുപോലെ തന്നെ ക്രൈസ്തവ ലോബി, അവരൊക്കെ നിന്നെ തൃപ്തിപ്പെടണമെങ്കിൽ നീ സമന്വയത്തിന്റെ പാത സ്വീകരിക്കണം, ഈ സൂഫിസത്തിന്റെ പാത സ്വീകരിക്കണം. യഥാർത്ഥ തൗഹീദി ദർശനത്തെ കൈയൊഴിഞ്ഞുകൊണ്ട് വ്യാജ സൂഫി ദർശനത്തിന്റെ വക്താവായി നീ സഞ്ചരിക്കണം. എങ്കിലേ ഇസ്ലാം വിരോധികൾ നിന്നെ തൃപ്തിപ്പെടുകയുള്ളൂ. എന്നാൽ നീ മനസ്സിലാക്കുക, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അല്ലാഹുവിന്റെ ഹുദയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ആ സന്മാർഗമുണ്ടല്ലോ, ആ നൂറുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ഉൾവെളിച്ചം എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥ സന്മാർഗം എന്ന് പറയുന്നത്. വലയിൻ ഇത്തബഅത അഹ്വാഅഹും, ഇച്ഛകളെ നീ പിൻപറ്റിയാൽ ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, നിനക്ക് വ്യക്തമായ അറിവ് വന്നതിന് ശേഷം മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, നിന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ ആരുമുണ്ടാവില്ല എന്ന് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ നമുക്ക് താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് ജൂതലോബിയും ഇസ്ലാം വിരുദ്ധ ശക്തികളും ആഗ്രഹിക്കുന്നത് നാം ഇസ്ലാമിന്റെ യഥാർത്ഥ മില്ലത്തിൽ നിന്ന് തെറ്റണം, തൗഹീദി ദർശനത്തിൽ നിന്ന് തെറ്റണം, നാം തീവ്ര ആത്മീയ പ്രവണതകളുടെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്ലാമിനെ അടിക്കാൻ ഏറ്റവും വലിയ വടി അവർക്ക് ലഭിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ന് തീവ്ര ആത്മീയ പ്രവണതയ്ക്കും അതിന്റെ ഫലമായി ലോകത്ത് ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രവാദ ആശയങ്ങൾക്കുമെതിരെ അതിശക്തമായി കൊണ്ട് പോരാടുന്നത് ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അത് മുസ്ലിം രാഷ്ട്രങ്ങളാണ്. മഹാബഹുമാന്യനായ ഉണ്ണിയൻകുട്ടി മൗലവി അവരുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നലെയും ഇന്നുമായി കൊണ്ട് സൗദി അറേബ്യയിൽ ചരിത്ര പ്രസിദ്ധമായ ഉടമ്പടികൾ ഒപ്പുവെക്കുകയും വലിയ ഉച്ചകോടികൾ നടക്കുകയും ചെയ്യുകയാണ്. 10-35 ഇസ്ലാമിക അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ ലോകത്തോട് പറയുന്നത്? അവർ ലോകത്തോട് പറയുന്നത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുവാനോ അതിന്റെ പേരിൽ വെച്ചുകെട്ടാനോ അനുവദിക്കില്ല എന്ന് ഉറക്കെ പറയുവാനാണ് അവർ ഇന്ന് സൗദി അറേബ്യയിൽ വലിയ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളാണ് അതിന് സൈനിക ശക്തി നൽകുന്നത്, സാമ്പത്തിക ശക്തി നൽകുന്നത്. ഭീകരതയ്ക്കെതിരെ അതിശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. എന്നിട്ടും ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിക നവോത്ഥാന സംഘടനകളുടെ പേരിൽ, അതുപോലെ തന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പേരിൽ ഒക്കെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വ്യാജ മുദ്രയടിച്ചുകൊണ്ട് സമൂഹത്തിലെ നവോത്ഥാനത്തെ വഴിതിരിച്ചു വിടുവാൻ, അല്ലെങ്കിൽ അതിന്റെ ചരിത്രത്തെ വഴിതിരിച്ചു വിടുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആഗോള ഗൂഢാലോചനയുടെ ഫലമാണ്, ആഗോള ഗൂഢാലോചനയുടെ ഫലമാണ്. സലഫിയത്തിന്റെ പേരിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നു? എന്തുകൊണ്ട് ഈ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നു? ഇസ്ലാമിനെ ശരിയായി പ്രതിനിധീകരിക്കുന്ന ലോകത്തെവിടെയുള്ള സംഘങ്ങളുണ്ടോ ആ സംഘങ്ങൾക്കെതിരെ അതിശക്തമായ ഗൂഢാലോചനയാണ് നടക്കുന്നത്. അതിലാരാ കണ്ണി? ഒരു കണ്ണി സയനിസ്റ്റുകളാണ്, ജൂതന്മാരാണ്. മറ്റൊരു കണ്ണി ഇറാനാണ്. അതുകൊണ്ട് ആ ഇറാന്റെ കുതന്ത്രങ്ങൾ ലോകത്ത് പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് 35 രാജ്യങ്ങളിൽ നിന്നുള്ള അറബ് പ്രതിനിധികൾ ഇന്ന് റിയാദിലും ജിദ്ദയിലും ഒക്കെ കൂടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചില്ലറ കുഴപ്പങ്ങളല്ല ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം മുസ്ലിം ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിന്റെ ശമ്പളം പറ്റുന്ന, ഇറാനിൽ ഗ്രീൻ കാർഡുള്ള പല ആളുകളും ഇവിടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത്
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ ഇറാൻ സന്ദർശിക്കും, ഇറാനിലെ നയതന്ത്ര പ്രതിനിധികളുമായിട്ട് സംസാരിക്കും. സാംസ്കാരിക വിനിമയത്തിന്റെ പരമായി, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഫലമായി ഒക്കെ വേഷം മാറിക്കൊണ്ട് ഷീഈ ആചാര്യന്മാരും ആത്മീയ തമ്പുരാക്കന്മാരും പലപ്പോഴും സമസ്താലയങ്ങളിൽ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ സമസ്തകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവരിലെ വലിയ ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തനത്തിന്റെ മേൽവിലാസത്തിൽ ഷീഈ ആശയങ്ങൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പഴയ സിമിക്കാരോ അതല്ലെങ്കിൽ ഇറാനിൽ നിന്ന് വണ്ടി കയറിയവരോ ഒക്കെ അത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇറാനിൽ ഒരു പരിഷ്കരണവാദവും നടക്കുന്നില്ല. സാധാരണ ആളുകൾ മനോരമ പത്രവും മാതൃഭൂമി പത്രവും ഒക്കെ എടുത്തിട്ട് ഇറാനിൽ വലിയ പരിഷ്കരണവാദികളൊക്കെയാണല്ലോ അധികാരത്തിൽ വരുന്നത് എന്ന് വായിച്ച് അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ വിലായത്തുൽ ഫഖീഹിന്റെ, അവിടുത്തെ അധീശാധികാരിയുടെ, മതാധികാരിയുടെ, ഷീഈ പുരോഹിതന്റെ അപ്പുറം മറ്റൊരാൾക്ക് പാറാൻ കഴിയാത്ത വ്യവസ്ഥകളാണ് ഇറാനിലുള്ളത്. ഏത് പരിഷ്കരണവാദി ജയിച്ചാലും അപരിഷ്കൃതവാദി ജയിച്ചാലും സമമാണ് കാര്യങ്ങള്. അവിടുത്തെ ജനങ്ങൾക്ക് കഷ്ടം, അവിടുത്തെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം കഷ്ടം, അവിടുത്തെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടം. ഇസ്ലാമിന്റെ കൊടും ശത്രുവായ വിലായത്തുൽ ഫഖീഹ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷീഈ പുരോഹിതനാണ് ഇറാനിലെ മതകാര്യങ്ങൾ നോക്കുന്നത്. ആ ഇറാനിയൻ മതകാര്യ വകുപ്പാണ്, ഷീഈ മതകാര്യ വകുപ്പാണ് ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദിയിലായാലും ഖത്തറിലായാലും ബഹ്റൈനിലായാലും ഇറാഖിലായാലും സിറിയയിലായാലും യമനിലായാലും ഒക്കെ ശാന്തമായ സാഹചര്യങ്ങളെ കശാപ്പ് ചെയ്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ, സുന്നി മുസ്ലിങ്ങളെ അറുകൊല നടത്തുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത് ഈ വിലായത്തുൽ ഫഖീഹും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇറാനിലെ വലിയ നവോത്ഥാനം, ഇറാനിലെ സിനിമ, ഇറാനിലെ പാട്ട്, അതുപോലെ സൂഫികളുടെ കവ്വാലി, ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് വിവരദോഷികൾ, പോഴത്തക്കാര് നമ്മുടെ നാട്ടിലും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വല്ല സാഹിത്യങ്ങളും വായിച്ചുകൊണ്ട്, വല്ല സാംസ്കാരിക പ്രവർത്തകരുടെയും വിടുവായിത്തം കേട്ടുകൊണ്ട് സൂഫി കവ്വാലിയെ കുറിച്ച് അവർ പറയുന്നത് കേട്ടാൽ തോന്നും അവർ ഈ സൂഫി കവ്വാലിയുടെ ആഴങ്ങളിൽ ചെന്ന് അതിന്റെ മുത്തും പവിഴവും വാരിയെടുത്തവരാണ് എന്ന്. വെറുതെ അങ്ങ് പറയുകയാണ് സൂഫി കവ്വാലിയെ കുറിച്ച്. ഇവിടെ മൗലിദ് കാലമാകുമ്പോൾ ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും അതുപോലെ ജോർദാനിൽ നിന്നും ലിബിയയിൽ നിന്നുമൊക്കെ ആളുകൾ വട്ടക്കെട്ടുമായിട്ട് പറന്നിറങ്ങാറുണ്ട്. ആരാ ഇവര് എന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഇവരാരാ? സുന്നികളാണോ? അല്ല, ഷീകളാണ്. ശുദ്ധ ഷീകളും സൂഫികളുമാണ് ഇവിടെ വന്ന് പാട്ട് കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന രൂപത്തിലാണ് കേരളത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ബുദ്ധിജീവികളാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം തൗഹീദ് പറഞ്ഞാൽ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറഞ്ഞാൽ, ശവകുടീരാരാധനയ്ക്കെതിരെ പറഞ്ഞാൽ, നേർച്ചപൂരങ്ങൾക്കെതിരെ പറഞ്ഞാൽ, ഇവിടുത്തെ കൂടോത്രങ്ങൾക്കും മാരണങ്ങൾക്കുമെതിരെ പറഞ്ഞാൽ അതൊക്കെ തന്നെയും യാഥാസ്ഥികത്വം എന്നാണ് ഇവരൊക്കെ മുദ്ര കുത്താറുള്ളത്. അപ്പോൾ അവർ മുഈനുദ്ദീൻ ചിശ്തിയുടെ ഖബറിനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങും. ഇന്ത്യയിലേക്ക് വന്ന സൂഫി പൗരന്മാരുടെ സമന്വയവാദങ്ങളെ പറ്റി പറയാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഒരു സമന്വയ വാദത്തെയാണ് ഇവിടെയുള്ള മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായാലും സൂഫി ഷീഈ ത്വരീഖത്ത് ചിന്താഗതിക്കാരായാലും ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മഹാപ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ മീഡിയകളും സാംസ്കാരിക പ്രവർത്തകരും അതുപോലുള്ള ബുദ്ധിജീവികളുമൊക്കെ നമ്മെ അരിക്കാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലങ്ങളായി ഇവിടെ അരിക്കാക്കാൻ ശ്രമിച്ചിട്ടും അരിക്കാകാതെ എന്നും മുന്നിൽ നിന്നുകൊണ്ട് ബുദ്ധിപരമായി നയിച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇന്നും ആ പാരമ്പര്യം നമുക്കുണ്ട്, ഇന്നും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾക്കറിയാം ഇവിടെ നവോത്ഥാന പ്രസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആര് എന്ന്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ചില ആളുകളൊക്കെ വേഷം കെട്ടി, കോലം കെട്ടി, തീവ്ര ആത്മീയതയുടെ വികൃത അടയാളങ്ങളായിട്ട് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവർ മുജാഹിദ് എന്ന് പറയും, ചിലപ്പോൾ സലഫി എന്ന് പറയും. ഇതൊക്കെ കണ്ടുകൊണ്ട് ആളുകൾ കരുതും ഇതാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ശൈലി, ഇതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലി, ഇതൊരു തരം തീവ്രവാദ ശൈലിയല്ലേ? അപ്പൊ കിടക്കോട്ടെ, അവരും ഒരു തീവ്രവാദികളാണ് എന്ന്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങള്, ഇതുപര്യന്തമുള്ള പ്രവർത്തനങ്ങള്, അത് നടത്തിയ കാമ്പയിനുകള്, അത് നടത്തിയ സമ്മേളനങ്ങള്, അതിന്റെ ചരിത്രം ഒരാവർത്തി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും തന്നെ ഈ പ്രസ്ഥാനം അതിവാദങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയാൻ കഴിയില്ല, കാണാൻ കഴിയില്ല.
പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ പല ആളുകളും അത്തരത്തിലുള്ള തീവ്ര ആത്മീയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖേദമുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ തെറ്റായ മെസ്സേജുകളാണ് നൽകുന്നത്. അവർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിക്കാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ വേറിട്ട ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. ലോകത്ത് നടന്നിട്ടുള്ള നവോത്ഥാന സംരംഭങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ചുകൊണ്ട് വളർന്ന് വികസിച്ച നന്മയുടെ നിറകുടമായി നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരള നദൂത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അതിനെ ഏതെങ്കിലും രാജ്യത്തേക്ക് ചേർത്താനോ ഏതെങ്കിലും വ്യക്തികളിലേക്ക് ചേർത്തിക്കെട്ടാനോ അന്ധമായി അനുകരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുവാനോ ഒന്നും ആരും ശ്രമിക്കാൻ പാടില്ല. കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, ഈ പ്രാദേശികമായ ഭാഷയിൽ രചിക്കപ്പെട്ട മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ പോലുള്ള ഒരു പ്രൗഢമായ ഗഹനമായ ഒരു ചിന്തയും പഠനവും ഗവേഷണവും ഒക്കെ ലോകത്തെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു ചെറിയ ഭാഷയിൽ, പ്രാദേശികമായ ഭാഷയിലുള്ള വിസ്മയമാണ്, അത്ഭുതമാണ് അമാനി മൗലവിയുടെ തഫ്സീർ എന്ന് പറയുന്നത്. കേരള നദുവത്തുൽ മുജാഹിദീന്റെ മുഴുവൻ നേതാക്കന്മാരുടെയും അതുപോലെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെയും ആശീർവാദത്തോടുകൂടി കൂട്ടായ പ്രയത്നത്തോടുകൂടിയുള്ള ഒരു മഹാഗ്രന്ഥമാണ്, ഖുർആൻ വിവരണമാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളിൽ സംശയമുണ്ടാകും ചില ആളുകൾക്ക്. അപ്പോൾ ഒന്ന് മറിച്ചു നോക്കാനുള്ള ഏറ്റവും വലിയ അവലംബ കൃതിയാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരന് ദീനം തന്നെ മനസ്സിലാക്കുവാനുള്ള ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടി നാം ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത്ര അന്ധത ബാധിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരും അത് വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീൻ ഈ രംഗത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനമാണ് ഈ തഫ്സീർ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് വിശ്വാസ കാര്യങ്ങള്, സംസ്കാരങ്ങള്, സ്വഭാവങ്ങള്, കർമ്മങ്ങള് ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായ ലളിതമായ ആ വിവരണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ദഅവയിലും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന തൗഹീദ് പ്രബോധനത്തിലും നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവണം. നമുക്ക് അങ്ങേയറ്റത്തെ ആത്മാഭിമാനം ഉണ്ടാവണം. നാം ശക്തമായി കൊണ്ട് മുന്നേറണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നഹ്നു ഉമ്മ അസ്സല്ലാഹു ബിഹൽ അസ്സല്ലാഹു അസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു ഞങ്ങളെ ഇസ്ലാം കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. യാ അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദീനെന്ന്. അതുകൊണ്ട് ഈ ദീനിൽ അഭിമാനപൂർവ്വം നാം ഉറച്ചു നിൽക്കുകയും തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് ധീരമായിട്ട് നമ്മൾ മുന്നേറുകയും ചെയ്യുക എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മുടെ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ പാടില്ല. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. പരിശുദ്ധ റമളാന വരുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് വിമലീകരിക്കുവാനുള്ള, വിശുദ്ധീകരിക്കുവാനുള്ള, നമ്മുടെ വികാരങ്ങൾ ശുദ്ധീകരിക്കുവാനുള്ള, നമ്മുടെ സാമൂഹികമായ സന്തുലിത്വം കാത്തുസൂക്ഷിക്കുവാനുള്ള ദൈവികമായ തർബീയത്ത്, ഈമാനികമായ തർബീയത്ത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപൂർവമായ അവസരമാണ് കടന്നു വരുന്നത്. മനസ്സുകളെ വിമലീകരിക്കുവാൻ, മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ, നമ്മുടെ വിള്ളലുകൾ അടക്കുവാൻ, നമ്മുടെ നാവിനെയും നമ്മുടെ കൈകളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ വിശുദ്ധീകരിക്കുവാൻ, അതിനെയൊക്കെ തന്നെയും നല്ല രൂപത്തിൽ ഉപയോഗിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ പുതുക്കാനായിരിക്കണം ഈ പരിശുദ്ധ റമളാൻ നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഈ സമാപന സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്ന ഇതിന്റെ പ്രവർത്തകര് നമ്മോട് പൂർണ്ണമായി സാമ്പത്തികമായി സഹകരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇതിന്റെ പ്രവർത്തകര് നിങ്ങളെ സമീപിക്കും. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഈ സംരംഭവുമായിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പരിപാടി എങ്ങനെയാണ് നടത്തുന്നത്? വ്യാപകമായി പിരിച്ചുകൊണ്ടും ഒന്നുമല്ല. ഇവിടെ കൂടിയ ആളുകൾ ഈ പ്രോഗ്രാമിന്റെ ചെലവങ്ങ് എടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും സന്തോഷമായി, എല്ലാവർക്കും പങ്കാളിത്തമായി, ആത്മാർത്ഥമായി കൊണ്ട് ഇതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.